പ്രധാന വാർത്ത തമിഴ്നാട് തേനി പെരിയകുളത്ത് ടൂറിസ്റ്റ് ബസ്സും കാറും കൂട്ടിയിടിച്ച് 3 മലയാളികൾ മരിച്ചത് കോട്ടയം സ്വദേശികളായ ജെയിൻ തോമസ്, സോണിമോൻ KJ, ജോബീഷ് തോമസ് എന്നിവരാണ്. അപകടത്തിൽ 18 പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. പരിക്കേറ്റവരെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വിശദാംശങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, എന്താണ് സംഭവിച്ചത്? കാളിദാസ്, ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടാകുന്നത്. ഈ അപകടത്തിൽ 3 മലയാളികൾ മരിച്ചു. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. ഈ കോട്ടയം കുറവിലങ്ങാട് സ്വദേശികളായ കോയിക്കൽ ജോയിൻ തോമസ്, കാഞ്ഞിരത്തിങ്കൽ സോണിമോൻ KJ, അമ്പലത്തിങ്കൽ ജോബി തോമസ് എന്നിവരാണ് മരണപ്പെട്ടത്. ഈ ഗുരുതരമായ പരിക്കേറ്റ ഷാജി തേനി മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഏതായാലും സംഭവം ഇങ്ങനെയാണ്. തേനിയിലേക്ക് പോവുകയായിരുന്ന കാറ് എയർപോർട്ടിലേക്ക് പോകുന്ന ടൂറിസ്റ്റുമായി നേരിട്ട് തന്നെ കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ അപകടത്തിൽ കാറ് പൂർണ്ണമായും തകർന്നു. 3 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. അതോടൊപ്പം തന്നെ ഇടിയുടെ ആഘാതത്തിൽ ഈ മിനി ബസ് റോഡിലേക്ക് മറിയുകയായിരുന്നു. ഈ ബസ്സിൽ 18 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 18 പേർക്ക് സാരമായ പരിക്കേറ്റിരുന്നു. ഇവരെ തേനിയിലെ മെഡിക്കൽ കോളേജിലും അതുപോലെ വെത്തലകുണ്ട, പെരിയകുളം തുടങ്ങിയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് സംഭവ സ്ഥലത്തെത്തി എന്താണ് അപകടത്തിന്റെ കാരണമെന്നുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഗുരുതരമായി പരിക്കേറ്റ ഷാജി തേനി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലാണ്. അപ്പോൾ ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെ തുടരുന്നു? ആർക്കെങ്കിലും ഗുരുതരമായ സ്ഥിതിയുണ്ടോ? ഈ വാനിലുണ്ടായിരുന്നവർക്ക് 18 പേര് ആയിരുന്നു വാനിൽ സഞ്ചരിച്ചിരുന്നത്. ഈ വാനിൽ സഞ്ചരിച്ചവർക്ക് സാരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. വാൻ തലകീഴായി ഇടിയുടെ ആഘാതത്തിൽ വാൻ തലകീഴായി മറിയുകയായിരുന്നു. ഏതായാലും ഇവിടെ ഈ സാരമായി പരിക്കേറ്റ ആളുകളെ ഈ വത്തൽ കൊണ്ടും അതോടൊപ്പം തന്നെ പെരിയകുളം തേനി ആശുപത്രികളിലായി ചികിത്സയിലാണ്. ആരുടെ പരിക്കും ഗുരുതരമല്ല. ഏതായാലും കാറ് ഇടിയുടെ ആഘാതത്തിൽ പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട്. പുലർച്ചെയായിരുന്നു ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഏതായാലും കാറ് ബസ് നേരിട്ട് കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തന്നെ കാറ് പൂർണ്ണമായും തകർന്ന ഈ 3 പേർ തൽക്ഷണം മരിക്കുകയായിരുന്നു. ഷാജി ഗുരുതരമായ പരിക്കേറ്റ ഷാജിനെയാണ് ഇപ്പോൾ തേനി മെഡിക്കൽ കോളേജിൽ എത്തി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയ്ക്കുള്ളത്. കാളിദാസ്, തീർച്ചയായും. എന്തായാലും ബിനീഷ്, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി പുലർച്ചെയുള്ള ഇത്തരത്തിലുള്ള അപകടങ്ങളെല്ലാം ഏറി വരുന്നു. പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്താണ്? നിലവിൽ പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ പറയുന്നത് ചിലപ്പോൾ ഉറങ്ങിപ്പോയതായിരിക്കാം അത്തരത്തിലൊരു അപകടത്തിന്റെ കാരണമെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനമുള്ളത്. ഏതായാലും അപകടത്തെ സംബന്ധിച്ച് കൃത്യമായി തന്നെ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഏതായാലും പോലീസ് സംഭവ സ്ഥലത്തെത്തി ഈ അപകട വിവരങ്ങളെല്ലാം തന്നെ ശേഖരിച്ചു വരികയാണ്. ഏതായാലും ഈ വലിയൊരു ദാരുണമായ ഒരു സംഭവമാണ് ഇത്തരത്തിലൊരു പുലർച്ചെ ഉണ്ടാകുന്ന 3 മലയാളികളുടെ ഒരു ജീവൻ തന്നെയാണ് ഇത്തരത്തിലൊരു അപകടത്തിൽ ജീവൻ പൊലിഞ്ഞത്. ഏതായാലും ഈ ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തന്നെ ദൃശ്യങ്ങൾ കാണുന്ന പോലെ കാർ പൂർണ്ണമായും തകർന്നു. ഈ 3 പേർ ഈ കാറിന് അടിയിൽപ്പെട്ട അതിദാരുണമായി മരണപ്പെട്ടു എന്ന് തന്നെ പറയാൻ. ഈ ഷാജിക്ക് ഗുരുതരമായ പരിക്കേറ്റാണ്. ഷാജിനെ വാഹനത്തിൽ നിന്ന് വാഹനം പിന്നീട് പൊളിച്ചു നീക്കിയാണ് ഷാജിനെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. ഏതായാലും ഷാജിയും അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുണ്ട്. അതോടൊപ്പം തന്നെ സാരമായി പരിക്കേറ്റ ബാക്കിയുള്ളവരും വയനാട്ടിലുണ്ടായിരുന്ന ആളുകളെയും വിവിധ ഹോസ്പിറ്റലുകളിലായി ചികിത്സയിലാണ്. കാളിദാസ്, ഏതായാലും ഈ അപകടത്തെക്കുറിച്ച് പോലീസ് ഉറങ്ങിപ്പോയതായിരിക്കാം ഇത്തരത്തിലൊരു അപകടമെന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഏതായാലും പോലീസ് കൃത്യമായി തന്നെ ഈ അപകടത്തിന് കാരണം എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ വിശദമായി തന്നെ അന്വേഷിച്ചു വരികയാണ്. കാളിദാസ്, തീർച്ചയായും. എന്തായാലും ബിനീഷ്, എന്തായാലും ഇത്തരത്തിലൊരു അപകടങ്ങൾ നടക്കുന്നൊരു സാഹചര്യത്തിൽ സാധാരണ ആ ഒരു റോഡിൻ്റെ അല്ലെങ്കിൽ നിർമ്മാണ വീഴ്ചയെല്ലാം അത്തരത്തിലൊക്കെ ചർച്ചയാവും. സാധാരണ അത്തരത്തിലാണ് ഉണ്ടാവാറുള്ളത്. ഈ ഒരു റോഡിനെ സംബന്ധിച്ച് മികച്ച റോഡാണ് എങ്കിലും അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്നും ഉയരുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ ഒരു റോഡിൻ്റെ വീഴ്ച മൂലമാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്താൻ പ്രദേശവാസികൾക്ക് സാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും കാരണങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടോ? കാളിദാസ്, നിലവിൽ ഈ തമിഴ്നാട് റോഡിനെ അപേക്ഷിച്ച് വളരെ നേരായ റോഡിന് വീതി കൂടുതലും അതോടൊപ്പം തന്നെ അമിത വേഗത്തിൽ വാഹനങ്ങൾ വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലയിൽ നിൽക്കുന്നത്. കാരണം പല വാഹനങ്ങളും ഈ റോഡ് ഈ വളവോട് കൂടിയ റോഡാണ് പല മേഖലകളും കേരളത്തിലുള്ളത്. എന്നാലും ഈ തമിഴ്നാട് അപേക്ഷിച്ച് നേരായ റോഡാണ്. ഈ നേരായ റോഡിൽ വാഹനം വേഗത്തിൽ പോകുന്നത് സ്ഥിരം സാന്നിധ്യം തന്നെയാണ് നിലവിലുള്ളത്. ഈ സ്ഥിര സാന്നിധ്യമായിരിക്കാം, അല്ലെങ്കിൽ ഈ വാഹനം അമിത വേഗത്തിലായിരിക്കാം വാനോ കാറോ ഇത്തരത്തിൽ വന്നിട്ടുള്ള അപകടം ഉണ്ടാകുന്നത് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും തമിഴ്നാടിനെ അപേക്ഷിച്ച് ഈ നിരവധി അപകടങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാകാറുണ്ട്. അതോടൊപ്പം തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ റോഡിന്റെ ഒരു ദിശയറിയാതെ വാഹനം അമിത വേഗത്തിൽ പാഞ്ഞ് വലിയൊരു അപകടത്തിന് തന്നെ ഇടയാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാരണങ്ങളെല്ലാം വിശദമായി തന്നെ അന്വേഷിക്കും.
പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും റോഡിന്റെ ഈ തേനി ഭാഗത്ത് നിരവധിയായ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം പല ഭാഗങ്ങളിൽ റോഡ് വീതി കൂട്ടിയതോടെ വാഹനങ്ങൾ അമിത വേഗത്തിൽ ചീറിപ്പായുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത്തരത്തിൽ ഒരു അപകടങ്ങളാണ് മുൻപെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നത്. ഏതായാലും ഇതിപ്പോൾ എന്താണ് ഈ അപകടത്തിന് കാരണമെന്നുള്ളതെല്ലാം തന്നെ കൃത്യമായി തന്നെ പോലീസിന്റെ ഭാഗത്ത് ഒരു അന്വേഷണം ഉണ്ടാകും. ഏതായാലും അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായിരിക്കുന്നത്. 3 മലയാളികളുടെ ജീവൻ പൊലിഞ്ഞു. ഏതായാലും രാവിലെ വളരെ ഞെട്ടലോടെ തന്നെയാണ് ഈ വാർത്ത നമുക്കും റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഏതായാലും ഈ അപകടത്തിന്റെ കാരണം കൃത്യമായി തന്നെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ശരി ബിനീഷ്.